എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും മലപ്പുറം കത്തി, ഒലക്കയുടെ മൂട്, തേങ്ങാ കൊല. ഇപ്പം എവിടെ പോയി എല്ലാം? എന്തോ മറയ്ക്കുമെന്നോ പൊളിക്കുമെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഭയങ്കര കുൽസിതങ്ങളും കാര്യങ്ങളും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നല്ലോ. പണി പോക്കി, ഞങ്ങളുടെ ബസ്സിലപ്പണി പോക്കി എന്ന് പറഞ്ഞിട്ട് പോക്കിയില്ലേ ഇപ്പം ശരിക്കും? മിണ്ടാട്ടുമില്ലല്ലോ, മിണ്ടാട്ടുമില്ല, ഉരിയാട്ടുമില്ല. അപ്പോൾ പ്രൈവറ്റ് ബസ്സിലെ പണി പോയി, മന്ത്രി ഗണേഷ് കുമാറിന്റെ കമ്പനിയിലെ പണി പോയി എന്നാണ് അറിഞ്ഞത്. മുഖ്യ വീഡിയോ എന്തിന് രണ്ടാമത് റീപോസ്റ്റ് ചെയ്തു എന്നൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് മനസ്സിലായത് മുഖ്യ വീഡിയോ രണ്ടാമത് പോസ്റ്റ് ചെയ്തത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇടുവോ? മുഖ്യ വീഡിയോ രണ്ടാമത് പോസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി നല്ല അച്ചട്ടായിട്ട് അടിച്ചമുളി പണി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണണമെങ്കിൽ കണ്ടോടാ, ഇതാണ് ആ വീഡിയോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതല്ല ശരിക്കും. വെല്ലുവിളിച്ചതെന്ന് നമ്മൾ പറയാൻ പാടില്ല. ഇത് പണി കിട്ടും എന്ന് വിചാരിച്ചിട്ട് പണി കിട്ടിയപ്പോൾ പിന്നെ വീഡിയോ മുക്കി വെക്കുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് രണ്ടാമതും എടുത്തിട്ട് കാണണമെങ്കിൽ കണ്ടോടാന്നുള്ളൊരു ഭാവം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു വെല്ലുവിളി ഒന്നല്ല. പണി നല്ല അടിച്ചാമ്പുളി പണിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞു കേട്ടാ. അല്ല ചാച്ചി, ഇനി ഒരു പ്രൈവറ്റ് ബസ്സിലെ വീഡിയോ പ്ലീസ് പ്രതീക്ഷിക്കുന്നു. ബണ്ടി മുതലാളിയുടെ പെർമിറ്റ് കെട്ടാക്കുമെന്ന ഘട്ടം വരെ എത്തി ഗായ്സ് കളി. ബണ്ടി മുതലാളിയുടെ പെർമിറ്റ് കട്ടാക്കുമെന്ന ഘട്ടം വരെ എത്തിയപ്പോഴാണ് കളി ഏതാണ്ട് കാര്യത്തിലോട്ട് കടന്നത്. കളി കാര്യമായെന്ന് കേട്ടിട്ടുള്ളൂ. അക്ഷരാർത്ഥത്തിൽ ഇവിടെ അത് യാഥാർത്ഥ്യമായിട്ടിരിക്കുകയാണ്. തോറ്റ് അങ്ങേ അപ്പുറത്തായി. എന്നിട്ട് ഞാൻ തോറ്റിട്ടില്ല എന്നും പറഞ്ഞ് വന്ന് ആ ഇളിച്ച് നിൽക്കുന്ന ഈളി കാണുമ്പോഴാണ് ശരിക്കും ചിരി വരുന്നത്. ചിരിക്കാതെ എന്ത് ചെയ്യും എൻ്റെ പൊന്നു ഗായ്സ്? വല്ലാത്ത ജാതി ഇളിഞ്ഞ ചിരിയാണ്. ഓടുന്ന വണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കുൽസിതം കാണിച്ചതിന് മാത്രമല്ല ടഗടികളെ പണി കൊടുത്തിരിക്കുന്നത്. MBDനെ വെല്ലുവിളിച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടാതെ കാറോട്ടിനും കിട്ടിയിട്ടുണ്ട് നല്ല അടിച്ചാമ്പുളിയായിട്ട്. അതൊക്കെ ചേച്ചിക്ക് വേണ്ട പോലെ മേടിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചു എന്നാലോചിക്കുമ്പോൾ ഭയങ്കര പുളകം ഗൈസ്. അങ്ങനെ ചേച്ചിക്കൊരു സമ്മാനം ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതിൽ തൃപ്തിയുണ്ട് ഗൈസ്. ഭയങ്കര ഒരു പുളകം, രോമാഞ്ച കഞ്ചുകം. മസ്താനി പുറത്തു പോയപ്പോൾ ആര്യൻ ഒരു മുഖം മൂടി വെച്ച് കളിച്ചൊരു ഡാൻസ് ഇല്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മസ്താനി പോയേന്ന് നമുക്കിവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ വേറൊരു കാര്യം പറയാം, മൂഞ്ചിപ്പോയേ. മൂഞ്ചിപ്പോയേ പണി പോക്കേ മുടക്കനാരേട്ടൻ്റെ പണി പോക്കേ. ഇവിടെ കാണാരേട്ടൻ്റെ ബസ്സിലെ പണിയും. ഇനി ബസ്സിന്റെ പുറകെ നടന്നിട്ട് ആടാ ഞങ്ങളുടെ പണി പോക്കാൻ, ഞങ്ങളുടെ സ്വന്തം ബസ്സാടാ, അതാടാ ഇതാടാ എന്നും പറഞ്ഞിട്ട് ആ വെല്ലുവിളി ഇനി ജനങ്ങൾക്ക് എന്തായാലും കാണേണ്ട വരില്ല. കാരണം എന്താണെന്നറിയോ? എല്ലാവരും പണി കൊടുക്കാതെ ഇരുന്നിട്ടും പണി കൊടുക്കുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആ മുതലാളിക്കിട്ട് തന്നെ നല്ല പോലെ മുതലാളിയുടെ ആസനത്തിലിട്ട് നല്ല മുട്ടൻ താങ്ങുന്നതാണ്. ഞാൻ അന്നേ പറഞ്ഞതാ, സൂക്ഷിക്കണേ ഏട്ടാന്ന്. ഇതുപോലുള്ള ആൾക്കാരെ കൊണ്ട് നടന്നാൽ പണി എപ്പോഴാ പാലും വെള്ളത്തിൽ കിട്ടണേന്ന് പറയാൻ പറ്റൂല. എങ്ങനെയുണ്ട് എൻ്റെ കണാരേട്ട? ഇഷ്ടമായ കണാരേട്ടൻ? ഒന്നുമില്ലെങ്കിലും കണാരേട്ടൻ്റെ കാമുകയല്ലേ ഞാൻ. കണാരേട്ടൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ കേട്ടാ. കുറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം, അടുത്ത തവണ ശരിയാക്കാം. അതിനി കണാരേട്ടൻ ഇനി ബസ്സിൽ കാണാൻ പറ്റൂലല്ലേ, വല്ലാത്ത ജാതി. എന്നാലും കാണാരേട്ടാ, ഒരു കാര്യം എൻ്റെ മനസ്സിൽ തട്ടി. ഞാൻ വന്നിക്ക് മുമ്പ് എന്തായാലും നിങ്ങൾ പോകുന്നത് ശരിയായില്ല കേട്ടാ. കുറച്ചേരോടി വെയിറ്റ് ചെയ്യായിരുന്നു. കാണാരേട്ടനല്ലേ എന്നെ കാണുന്നിടത്ത് വെച്ച് തട്ടും. അവരെ കൊണ്ട് തെല്ലിക്കും, ഇവരെ കൊണ്ട് തെല്ലിക്കും, മറ്റവരെ കൊണ്ട് തെല്ലിക്കും. എന്നെ തല്ലാത്ത ആൾക്കാർ വല്ലതും ഉണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ? പൊട്ടിക്കിളർത്ത് വരുന്ന നാമ്പുകളെ കൊണ്ട് വരെ തല്ലിക്കും എന്ന് മുദ്രയിട്ട് നടന്ന കണാരേട്ടനും കണാരച്ചിയും എന്തേ ഞാൻ വരാൻ വെയിറ്റ് ചെയ്തില്ല? കുറച്ചൊരുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു. വെയിറ്റ് ചെയ്യാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്തൊക്കെയായാലും ആ ഡ്രൈവിങ്ങിൻ്റെ ഒരു വൈബേ, ആ സീറ്റിൽ കാണാരേട്ടൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പം കാണാൻ തന്നെ ഒരു ആനച്ചന്തുണ്ടായിരുന്നു എൻ്റെ കണാരേട്ടൻ. ഇപ്പം ഡ്രൈവിംഗ് സീറ്റിൽ കാണാനിട്ട് എനിക്ക് ഊണില്ല, ഉറക്കമില്ല. എന്തിനു പറയുന്നു, ആകെ ഒരു വിമ്മിഷ്ടാണ്. എന്തിഷ്ടം ഇങ്ങനെ കണാരേട്ടനെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടേ. കണാരേട്ടനില്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. കണാരേട്ടൻ എന്താ കണാരേട്ട ഈ കീ കൊടുത്തു വെച്ച പാവയാണോ? കാണാരേട്ടനെങ്കിലും കുറച്ചേരോടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടാ.
വല്ലാത്ത മോശമായിപ്പോയി. നമ്മുടെ ആഗ്രഹവും മോഹങ്ങളും ഒന്നും കണാരേട്ടൻ ഇങ്ങനെ കാണാത്ത പോലെ നടിക്കണത് എനിക്ക് ഇത്തിരി വിഷമമുണ്ട് കേട്ടാ. അപ്പോൾ കണാരേട്ടാ പാക്കലാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.